ഹായ് ഹലോ വെൽക്കം ടു എ വെരി ന്യൂ വീഡിയോ ഓഫ് ബയോ ഓഷ്യൻ ആൻഡ് അഗെയിൻ ഇത് നമ്മളുടെ കേരള സെറ്റ് എക്സാം 60 ഡേയ്സ് ചാലഞ്ചിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് എത്തിയേക്കുന്നത്. ആൻഡ് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്ന പോലെ നമ്മൾ ഇന്ന് പഠിക്കുന്നതിനായിരിക്കുക സ്റ്റെം സെൽസ് അല്ലെങ്കിൽ വിത്ത് കോശങ്ങളെ പറ്റിയിട്ടാണ്. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസ് പ്രകാരം സ്റ്റെം സെൽസിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. അതിൽ നമ്മൾ ഇന്ന് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക സ്റ്റെം സെൽസിൻ്റെ ടൈപ്സ്, സോഴ്സസ്, ക്യാരക്ടറിസ്റ്റിക്സ്. ഇത്രയും തന്നെ അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വീഡിയോ എൻഡ് വരെ കാണാനായിട്ട് ശ്രമിക്കുക, കോൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ ശ്രമിക്കുക. സ്റ്റെം സെൽസ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമ്മളുടെ സിലബസിലെ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ടോപ്പിക്കും കൂടെയാണ്. ലൈക്ക് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ സ്ഥിരം വരലുണ്ട് എന്ന് വേണം പറയാനായിട്ട്, കേട്ടോ. അപ്പോൾ സ്റ്റെം സെൽസിനെ പറ്റിയിട്ട് നമുക്ക് മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം. ഇനിഷ്യലി നമ്മൾ യൂഷ്വലായിട്ട് ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്നൊരു ഇൻട്രോ മാതിരി ആണ്, എന്താണ് സ്റ്റെം സെൽസ് എന്നൊക്കെയാണ് പരിചയപ്പെടുത്തുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡിഫറെൻറ്റ് ടൈപ്സ് വെച്ചിട്ടുണ്ട്. ഓരോ ടൈപ്സിൽ തന്നെ കൺസേൺഡ് ആയിട്ട് അതിൻ്റെ സോഴ്സും ക്യാരക്ടറിസ്റ്റിക്സും ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി അത് കൂടാതെ ഞാനിപ്പോൾ ഓരോ ടൈപ്പ് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൂടി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്താ, സോഴ്സ് എന്താണെന്നുള്ളത് മെൻഷൻ ചെയ്യാം. അത് കൂടാതെ അറ്റ് ദ എൻഡിൽ എല്ലാ സ്റ്റെം സെൽസിനും കോമൺ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ള രീതിയിലും വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ആൻഡ് ആ ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് വരുന്ന കുറച്ച് ടേംസ് നിങ്ങൾ കാര്യമായിട്ടൊന്ന് ഓർത്ത് വെച്ചാൽ മതിയാവും, കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം. ഇനിഷ്യലി നമ്മൾ സ്റ്റെം സെൽ എന്താണെന്നാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഈ സെൽ ഡിഫറൻസിയേഷൻ നടക്കുന്ന സമയത്ത് സെൽസിന് നമ്മളുടെ ബോഡിയിലുള്ള പല പല സെൽസായിട്ട് മാറാനുള്ള എബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊരു സെൽ ഡിഫറൻസിയേഷൻ നടക്കാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലൊക്കെ ഇത് നടക്കുന്നത് എംബ്രയോട്ടിക് ആയിട്ടുള്ള സ്റ്റേജിലാണ്. അപ്പോൾ നമ്മൾ എംബ്രയോ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിക്കകത്തുള്ള സെൽസാണ് നമ്മളുടെ പല ടിഷ്യൂസും പല ഓർഗൻസും ഒക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരിക്കുക. ആദ്യം ഉണ്ടായിരുന്ന ഈ സെൽസ് മെച്യൂർ ആയിട്ടാണ് പിന്നീട് രൂപമാറ്റം ഡിഫറൻസിയേഷനൊക്കെ സംഭവിച്ച് പല പല ഓർഗൻ സിസ്റ്റംസും ടിഷ്യൂസും ഒക്കെ ആയിട്ട് ലൈക്ക് മാറുന്നത്. പക്ഷെ ചില സെൽസ് ഉണ്ട്, അവർ മെച്യൂർ ആവത്തില്ല. ഈ എംബ്രോയ്ക്കകത്ത് അവരുണ്ടായിരുന്നു, പക്ഷെ അവർ മെച്യൂർ ആകത്തില്ല, അവർ ഇമ്മെച്യൂർ ആയിട്ട് തന്നെ തുടരും. അങ്ങനെ ഇമ്മെച്യൂർ ആയിട്ടുള്ള സെൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റെം സെൽസ്. പക്ഷെ ഇവർ ഇമ്മെച്യൂർ ആണെന്ന് വിചാരിച്ച് നമ്മളതിനെ ലൈക്ക് വില കുറച്ച് കാണരുത്. ഈ ഇമ്മെച്യൂർ സെല്ലിന് നമ്മുടെ ബോഡിയിലുള്ള പല വിധത്തിലുള്ള സെൽസായിട്ടും രൂപമാറ്റം നടത്താൻ അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അവരാകെ കൂടെ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എംബ്രയോട്ടിക് ആയിട്ടുള്ള സ്റ്റേജിൽ മോസ്റ്റ്ലി എല്ലാ സെൽസും ഡിഫറൻസിയേഷൻ നടത്തി പല പല ടിഷ്യൂസും ഓർഗൻസായിട്ട് മാറിയപ്പോൾ അവരങ്ങനെ മാറാതെ അവിടെ നിന്നു. എന്താ മാറാതെ നിന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും കാലഘട്ടത്തിൽ നമ്മുടെ സെല്ലുകൾക്കോ അല്ലെങ്കിൽ ടിഷ്യൂസിനോ ഓർഗൻസിനോ എന്തെങ്കിലുമൊക്കെ തകരാറുകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അന്നേരം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരങ്ങനെ ഇമ്മെച്യൂർ ആയിട്ട് തുടർന്നത്. പിടികിട്ടിയോ? അപ്പോൾ അത്തരത്തിലുള്ള ഇമ്മെച്യൂർ സെൽസിനെയാണ് നമ്മൾ സ്റ്റെം സെൽസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. ഈ സ്റ്റെം സെൽസിന് സെൽഫായിട്ട് റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എബിലിറ്റി ഉണ്ടായിരിക്കും. മൈറ്റോസിസ് ഒക്കെ നടത്തി സെൽഫായിട്ട് റിന്യൂ ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമ്മുടെ ബോഡിയിലുള്ള ഏത് സെല്ലായിട്ട് വേണമെങ്കിലും മാറാൻ പറ്റും. പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റെം സെൽസ് ഉള്ളതുകൊണ്ട് ഓരോരുത്തരുടെയും ഡിഫറൻസിയേഷൻ പവർ എന്ന് പറയുന്നതും വ്യത്യസ്തമായിരിക്കും എന്നുള്ളത് ഓർക്കുക. ഓക്കെ, ഏറ്റവും ആദ്യം നമ്മളുടെ ശരീരത്തിലെ സ്റ്റെം സെൽസിനെ കണ്ടെത്തിയത് ബ്ലഡ് സെൽസിനകത്തായിരുന്നു. ഇപ്പോൾ മൾട്ടി സെല്ലർ ആയിട്ടുള്ള ഓർഗാനിസത്തിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റെം സെൽസ് പല സ്ഥലങ്ങളിലും കാണാനായിട്ട് പറ്റും. സ്പെസിഫിക്കലി ഹ്യൂമൻസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഹ്യൂമൻസിൽ നമ്മളുടെ പൊക്കിൾക്കൊടി, പ്ലസൻറ്റ, അതുപോലെ തന്നെ എംബ്രയോന്റെ ഇന്നർ സെൽ മാസ് ഒക്കെ ഉണ്ടല്ലോ, ഏർലിയർ ടൈമിൽ ഉണ്ടാകുന്ന ബ്ലാസ്റ്റോസിസ്റ്റിന്റെ ഉള്ളിലെ ഒരു സെൽ മാസിനെയാണ് നമ്മൾ ഇന്നർ സെൽ മാസ് എന്നൊക്കെ വിളിക്കുക. അതിൽ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഒരു ഫീറ്റസ് ഒക്കെ ആയിക്കഴിഞ്ഞതിന് ശേഷം അതിനകത്തുള്ള ചില ടിഷ്യൂസും ഓർഗൻസിലൊക്കെ ഇത്തരത്തിൽ നമ്മൾക്ക് സ്റ്റെം സെൽസ് ഒക്കെ കാണാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. പിടികിട്ടിയോ? ആൻഡ് ഈ സ്റ്റെം സെൽസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള എക്സ്ട്രീം കണ്ടീഷൻസിനെയൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. എത്ര കാലം വേണമെങ്കിലും, ഒരുപാട് നാളുകളോളം വേണമെങ്കിലും അവർക്ക് ഭയങ്കരമായിട്ടുള്ള എക്സ്ട്രീം കണ്ടീഷൻസിനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ളൊരു എബിലിറ്റി ഉണ്ട് എന്നുള്ളതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക, കേട്ടോ. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ സ്റ്റെം സെല്ല് ഫൈൻഡ് ഔട്ട് ചെയ്തത് ഇറ്റ് വാസ് ഇൻ ബ്ലഡ് സെൽസ്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്റ്റെം സെൽസ് പൊതുവെ യൂസ് ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ രോഗങ്ങളൊക്കെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് രോഗങ്ങൾ മാത്രമല്ല, ഇപ്പം നമ്മുടെ ബോഡിക്കകത്ത് എന്തെങ്കിലുമൊക്കെ ഡാമേജ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെം സെൽസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഈ രോഗങ്ങളെ ചികിത്സിക്കുക എന്നുള്ളത് കൂടാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റു യൂസാണ് ഡാമേജ് ആയി പോയിട്ടുള്ള ടിഷ്യൂസോ ഓർഗൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. പിന്നെ അത് മാത്രമല്ല, ഇപ്പം നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ ജനറ്റിക് ആയിട്ടുള്ള ഡിഫക്റ്റുകളൊക്കെ സെല്ലിനകത്ത് ഉണ്ടായിരിക്കും. അത് പഠിച്ച് അതിന് വേണ്ടിയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലും നമ്മൾക്ക് ഈ സ്റ്റെം സെൽസ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഡ്രഗ്സ് ആയിട്ടും ഒക്കെ നമ്മൾക്ക് ഈ പറഞ്ഞ സ്റ്റെം സെൽസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്.
പിടികിട്ടിയോ? അപ്പോൾ കുറച്ചൊരു ലൈക്ക് എന്താ പറയുക, ഫീച്ചേഴ്സ് ഓഫ് സ്റ്റെം സെൽസ് എന്നുള്ള രീതിയിൽ ഞാനിവിടെ വെച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ യൂസസ് അഡ്വാൻറ്റേജസ് എന്നുള്ള രീതിയിൽ കേട്ടോ, അഡ്വാൻറ്റേജസ് എന്നുള്ള രീതിയിൽ വെച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇനിയാണ് നമ്മൾ മെയിൻ ടോപ്പിക്കിലേക്ക് വരാൻ പോകുന്നത്. സ്റ്റെം സെല്ലിൻ്റെ ടൈപ്സ്. പല ടൈപ്സ് ഉണ്ട്. അതിൽ സോഴ്സ് എന്താണ്, എവിടെ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം എന്നുള്ളതിനനുസരിച്ച് നമ്മൾ സ്റ്റെം സെൽസിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യും. എംബ്രയോണിക് സ്റ്റെം സെൽ, ഫീറ്റൽ സ്റ്റെം സെൽ ആൻഡ് അഡൽട്ട് സ്റ്റെം സെൽ. ഇത് ഓരോന്നിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇൻ ഡീറ്റെയിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. എംബ്രയോണിക് സ്റ്റെം സെല്ലാണ് ഏറ്റവും ആദ്യം. ഇതിനെ നമ്മൾ ഏർലി സ്റ്റെം സെൽ എന്നും കൂടെ പറഞ്ഞ് വിളിക്കാറുണ്ട്. ഇത് യൂഷ്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്ലാസ്റ്റോസിസ്റ്റ് കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. മോറുല സ്റ്റേജ് ഒക്കെ കഴിഞ്ഞ് വരുന്ന ഭ്രൂണത്തിന്റെ ഡെവലപ്മെന്റ് പഠിക്കത്തില്ലേ, അതിൽ മോറുല ഉണ്ട്. അത് കഴിഞ്ഞ് വരുന്ന ഒരു സ്റ്റേജാണ് ബ്ലാസ്റ്റോസിസ്റ്റ്. ബ്ലാസ്റ്റോസിസ്റ്റ് ആയി മാറുമ്പോഴത്തേക്കുമാണ് നമ്മളെല്ലാവരും യൂട്രസിൽ ചെന്ന് അറ്റാച്ച് ചെയ്യുന്നുണ്ടായിരിക്കുക. ബ്ലാസ്റ്റോസിസ്റ്റിൽ പ്രധാനമായിട്ട് 2 ഭാഗങ്ങളുള്ളത്. ഉള്ളിൽ കുറച്ച് സെൽസിന്റെ ഒരു കൂട്ടം കാണും, അതിനെയാണ് ഇന്നർ സെൽ മാസ് എന്ന് വിളിക്കുക. ചുറ്റുമുള്ള സെൽ ലെയറിനെ നമ്മൾ ട്രോഫോബ്ലാസ്റ്റ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ ഇന്നർ സെൽ മാസിനകത്താണ് പ്രധാനമായിട്ടും നമുക്ക് എംബ്രയോണിക് സ്റ്റെം സെൽസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ ബ്ലാസ്റ്റോസിസ്റ്റ് ഉണ്ടായി ഏകദേശം ഒരു 5 ദിവസത്തിന്റെ പ്രായമൊക്കെ ബ്ലാസ്റ്റോസിസ്റ്റിനുള്ളപ്പം അവരുടെ ഇന്നർ സെൽ മാസിൽ നമ്മൾക്ക് എന്ത് കാണാം, എംബ്രയോണിക് സ്റ്റെം സെൽസ് കാണാനായിട്ട് സാധിക്കും. പിടികിട്ടിയോ? ആൻഡ് ഇതിന്റെ തന്നെ കുറച്ചും കൂടി അഡൽട്ട് ആയിട്ടുള്ള സ്റ്റെം സെൽസ് അല്ലെങ്കിൽ മെച്യൂർ സ്റ്റെം സെൽസ് ഒക്കെ ആണെങ്കിൽ അത് പൊതുവെ അംബിലിക്കൽ കാർഡ്, പ്ലസൻറ്റ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ജനിച്ചു കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ മെച്യൂർ ആയിട്ടുള്ള ബോഡിയിലൊക്കെ കാണാൻ പറ്റും, അല്ലെങ്കിൽ ബോഡിയിലെ ടിഷ്യൂസിനകത്തൊക്കെ കാണാൻ പറ്റും. ഓക്കെ, എംബ്രയോണിക് സ്റ്റെം സെല്ലിലോട്ട് തിരിച്ചു വരാം. എംബ്രയോണിക് സ്റ്റെം സെല്ലിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയിലുള്ള ഏതൊരു ടിഷ്യൂ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാനും അതിന് സാധിക്കും. ഇന്നതെന്നുള്ളതൊന്നുമില്ല, ഏത് ടിഷ്യൂ വേണമെങ്കിലും ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാനും ഡിഫറൻഷിയേറ്റ് ചെയ്യാനും ആയിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ ഫീൽഡിൽ ഈ എംബ്രയോണിക് സ്റ്റെം സെല്ലിന് ഭയങ്കരമായിട്ടുള്ള യൂസാണ്. പിടികിട്ടിയാൽ അപ്പോൾ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് അത് മാത്രമല്ല, പക്ഷേ എന്ന് വെച്ചാലും ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ എംബ്രയോക്കകത്തും ഇതുപോലെ എംബ്രയോണിക് സ്റ്റെം സെൽസ് ഉണ്ടാവും. മൾട്ടി സെല്ലുലർ ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ജീവികളുടെ എംബ്രയോക്കകത്തും ഇതുപോലെ എംബ്രയോണിക് സ്റ്റെം സെൽ ഉണ്ടാവും. നമ്മളുടെ എംബ്രയോണിക് സ്റ്റെം സെല്ലിൻ്റെ ഒരു ടെക്നിക്കൽ സേഫ്റ്റി അങ്ങനത്തെ സംഭവങ്ങളെ പറ്റിയിട്ട് ചെറിയൊരു പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എംബ്രയോണിക് സ്റ്റെം സെല്ലുകൾ ഉപയോഗിച്ച് അത്തരത്തിലുള്ള വലിയ ക്ലിനിക്കൽ പരിപാടികളിലോട്ടോ മെഡിക്കൽ പരിപാടികളിലോട്ടോ പോകാറില്ല എന്ന് വേണം പറയാനായിട്ട്. മറ്റു ജീവികളുടെ എംബ്രയോണിക് സ്റ്റെം സെൽസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ നമ്മളുടേത് കുറച്ച് ലിമിറ്റഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി അഡൽട്ട് ആയിട്ടുള്ള സ്റ്റെം സെൽസ് എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് കുറച്ചും കൂടെ ഒരു പ്ലാസ്റ്റിസിറ്റി കാണിക്കാനായിട്ട് പറ്റും. പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു ടിഷ്യൂവിനകത്തുള്ള ഒരു സ്റ്റെം സെല്ലാണെന്ന് വിചാരിക്കുക, അതിന് വ്യത്യസ്തമായിട്ടുള്ളൊരു ടിഷ്യൂക്കകത്തുള്ള സെല്ലുകളെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ടിഷ്യൂ ഉണ്ടായിരുന്നു, അതിൽ സ്റ്റെം സെൽസ് ഉണ്ടായിരുന്നു എന്ന് അറിയാം. ഈ ടിഷ്യൂക്കകത്തുള്ള സ്റ്റെം സെല്ലിന് വേറെ ഏതെങ്കിലും ഒരു ടിഷ്യൂവിൽ വേറെ ഏതെങ്കിലും സെൽസൊക്കെ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളൊരു എബിലിറ്റീനെയാണ് നമ്മൾ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുക. പ്ലാസ്റ്റിസിറ്റിനെ പറ്റിയിട്ട് കൂടുതൽ നമ്മൾ എൻഡിൽ പഠിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ, ആൻഡ് ഇതിനെ നമ്മൾ ലൈക്ക് ഈ ഒരു സ്റ്റെം സെല്ലിനെ നമ്മൾ സെൽഫ് റീപ്രൊഡ്യൂസിങ് പ്ലൂറിപൊട്ടൻറ്റ് സെൽസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. സെൽഫായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ പുതിയതായിട്ട് വീണ്ടും സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് സെൽഫ് റീപ്രൊഡ്യൂസിങ്. പ്ലൂറിപൊട്ടൻറ്റ് എന്താണെന്നുള്ളത് നെക്സ്റ്റ് സ്ലൈഡുകളിലായിട്ട് പഠിക്കും കേട്ടോ. ആൻഡ് അത് മാത്രമല്ല, ഇവർ ഇമ്മോർട്ടലാണ്. ഇമ്മോർട്ടൽ എന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്നൊന്നും ഡെഡ് ആവില്ല. അവർ മോസ്റ്റ്ലി ഡെഡ് ആവേ ഇല്ല അങ്ങനെയുള്ളവർ. പിടികിട്ടിയോ? ഹ്യൂമൻസിൻ്റെ എംബ്രയോണിക് ആയിട്ടുള്ള സ്റ്റെം സെല്ല് പൊതുവെ ഞാൻ ഈ പറഞ്ഞ പോലെ ബ്ലാസ്റ്റോസിസ്റ്റിൽ നിന്നിട്ടാണ് നമ്മൾ ഡെറൈവ് ചെയ്തെടുക്കുന്നത്. ഇതൊക്കെയായിരുന്നു ഒരു ജനറൽ ഐഡിയ. ഇനി നമ്മൾ മെയിൻ ആയിട്ട് എംബ്രയോണിക് സ്റ്റെം സെല്ലിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്, ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ ഇന്നർ സെൽ മാസിൽ നിന്നിട്ടോ അല്ലെങ്കിൽ എപ്പി ബ്ലാസ്റ്റിൽ നിന്നിട്ടോ ആണ് നമ്മൾ ഹ്യൂമൻസിൻ്റെ എംബ്രയോണിക് ആയിട്ടുള്ള സ്റ്റെം സെൽസ് ഐസൊലേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ടായിരിക്കുക. ഈ സെൽസ് പ്ലൂറിപൊട്ടൻ്റ് ആണ്. ആൻഡ് അത് മാത്രമല്ല, നമ്മളുടെ എംബ്രയോ ആയിരിക്കുന്ന സമയത്താണ് നമ്മളുടെ ജേം ലെയേഴ്സ് ആയിട്ടുള്ള എക്ടോഡം, എൻഡോഡം, മീസോഡം ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. ഈ ലെയേഴ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയും കൂടെ നമ്മളുടെ സ്റ്റെം സെൽസിനുണ്ട്. ആൻഡ് അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൽഫായിട്ട് റിന്യൂ ചെയ്യാനായിട്ട് പറ്റും, സ്വന്തമായിട്ട് ഇങ്ങനെ റിന്യൂ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഡിപ്ലോയിഡ് ആയിട്ടുള്ള ക്രോമസോം സെറ്റാണ് ഇവർക്കുള്ളത്. നമ്മളൊരു ഡിപ്ലോയിഡ് ഓർഗാനിസം ആയതുകൊണ്ട് തന്നെ ഇവരിലും നമ്മൾക്ക് ഡിപ്ലോയിഡ് ആയിട്ടുള്ള ക്രോമസോം സെറ്റ് കാണാനായിട്ട് പറ്റും. പിന്നെ അത് മാത്രമല്ല, ഈ എംബ്രയോക്കകത്തുള്ള ഫൗണ്ടർ സെൽസിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾക്ക് ഈ ഒരു എംബ്രയോണിക് സ്റ്റെം സെൽസിനകത്ത് കാണാൻ പറ്റും. ഈവൻ ആഫ്റ്റർ നമ്മൾ ഈ പറഞ്ഞ പോലെ മാനിപ്പുലേഷൻസ് ഒക്കെ നടത്തി കഴിഞ്ഞാലും ആ ഫൗണ്ടർ സെൽസിന്റെ പ്രത്യേകതകളൊക്കെ ഇവരിൽ അടങ്ങിയിട്ടുണ്ടെന്ന് വേണം പറയാൻ. ആൻഡ് ഈ ഇൻവിട്രോ എൻവയോൺമെന്റ് ഒക്കെ കൊടുക്കുകയാണ്, ദാറ്റ് മീൻസ് ലബോറട്ടറി കണ്ടീഷൻസ് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സെൽഫ് റിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പല ടിഷ്യൂസ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മാറാനായിട്ട് പറ്റും. ഓക്കെ,
അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ എംബ്രയോണിക് സ്റ്റെം സെൽസിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി ഫീറ്റൽ സ്റ്റെം സെൽസ്. ഫീറ്റൽ സ്റ്റെം സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫീറ്റസിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഫീറ്റൽ സ്റ്റെം സെൽ എന്ന് പറയാം. എംബ്രയോയും ഫീറ്റസും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഫീറ്റസിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഫീറ്റൽ സ്റ്റെം സെൽ എന്ന് പറയുന്നത്. ഇവർക്ക് ഡിവൈഡ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്, പ്രോലിഫറേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. പ്രോലിഫറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്യുക കേട്ടോ, മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. ആൻഡ് അത് മാത്രമല്ല ഇവർക്ക് പ്രോജനൈറ്റർ ആയിട്ടുള്ള സെൽസിനെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് എന്നിട്ട് അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പലതരത്തിലുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഫീറ്റൽ സ്റ്റെം സെൽസ് ആയിട്ട് മാറും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൽസ് ആയിട്ട് അവർക്ക് മാറാൻ പറ്റും. ഇത്രയും എബിലിറ്റീസ് ഉള്ള ഒരു സെല്ലിനെയാണ് നമ്മൾ ഫീറ്റൽ സ്റ്റെം സെൽ എന്ന് വിളിക്കുക. ഫീറ്റസിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നു, അവർക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും, പ്രൊലിഫറേറ്റ് ചെയ്യാൻ പറ്റും, പ്രോജനൈറ്റർ സെൽസിനെ അവർക്ക് പ്രൊവൈഡ് ചെയ്യാനും പറ്റും. എന്നിട്ട് അവർക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും, സ്പെഷ്യൽ ആയിട്ടുള്ള സെൽ ടൈപ്സ് ആയിട്ട് അവർക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനും പറ്റും. ഇത്രയും ഫീച്ചേഴ്സ് ഉള്ളതിനെ നമ്മൾ ഫീറ്റൽ സ്റ്റെം സെൽ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു. ഓക്കെ. ആൻഡ് ഈ പറഞ്ഞ നമ്മൾ എംബ്രയോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരു ബ്ലാസ്റ്റോസിസ്റ്റ് വരെയുള്ള പോർഷൻസ് ഒക്കെ എംബ്രയോ ആണ്. ഓക്കെ. ഒരു കുഞ്ഞിൻ്റെ 8ാമത്തെ ആഴ്ചയിലുള്ളൊരു വളർച്ചയിലോട്ട് അത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ പിന്നെ ഫീറ്റസ് എന്ന് വിളിക്കും. ഒരു 8ാമത്തെ ആഴ്ച എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം ഒരു 2 മാസത്തോളം കഴിഞ്ഞു, അല്ലെങ്കിൽ 2 മാസം കഴിയാനായി, അത്രയും ഒരു അവസ്ഥയിലാണ്. അപ്പോൾ 8 ആഴ്ചയുടെ വളർച്ച എത്തുമ്പോഴത്തേക്കും അതിനെ പയ്യെ ഒരു മനുഷ്യൻ്റെ രൂപമൊക്കെ ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും, ചെറിയ തോതിൽ കേട്ടോ, എക്സാക്ട്ലി അല്ല, ചെറിയ തോതിൽ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നതിനെയാണ് നമ്മൾ പൊതുവെ ഫീറ്റസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരിക്കാം. നമ്മൾ ഫീറ്റൽ സെല്ലിനെ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ലബോറട്ടറിയിൽ അതിന് ഇഷ്ടമുള്ളിടത്ത് അത്രയും കാലം, ലൈക്ക് ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ളിടത്തോളം കാലം ജീവിക്കാനുള്ള എബിലിറ്റി അതിനുണ്ട്. ഇപ്പോൾ ഫീറ്റലിൻ്റെ സ്റ്റെം സെൽസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും, വർഷങ്ങളോളം സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഈ ഫീറ്റൽ സെൽസ് എവിടെ നിന്ന് കിട്ടുന്നു, ഫീറ്റൽ സ്റ്റെം സെൽസ് എവിടെ നിന്ന് കിട്ടുന്നു ചോദിച്ചാൽ അതിൻ്റെ സോഴ്സാണ് ഫീറ്റൽ ബ്ലഡ്, കുഞ്ഞിൻ്റെ ബ്ലഡ്, അതുപോലെ ബോൺ മാരോ. അതുമാത്രമല്ല ചില ടിഷ്യൂസ് ലൈക്ക് ലങ്, ലിവർ, കിഡ്നി അങ്ങനെയുള്ളതിൽ നിന്നൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫീറ്റൽ സ്റ്റെം സെൽസ് ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഐസൊലേറ്റ് ചെയ്ത് കിട്ടിയാൽ ഒരുപാട് കാലം അത് നിലനിൽക്കുകയും ചെയ്യും. പിടികിട്ടിയോ? യെസ്. ഇനി ലാസ്റ്റ് ടൈപ്പ് ഇതിനകത്ത്, ദാറ്റ് ഈസ് ദ അഡൽട്ട് സ്റ്റെം സെൽസ്. ഇതിനെ നമ്മൾ കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ സൊമാറ്റിക് സ്റ്റെം സെൽസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ആൻഡ് ഇത് സാധാരണ കുട്ടികളിൽ അല്ലെങ്കിൽ അവരുടെ അംബലിക്കൽ കോഡിലൊക്കെയാണ് കാണുക, കുഞ്ഞുങ്ങളുടെ അംബലിക്കൽ കോഡ് ഉണ്ടല്ലോ അതിലൊക്കെ കാണുക. അല്ലാതെ ഈ പറഞ്ഞ അഡൽട്ടിൽ നിന്നും അല്ല. നമ്മൾ അഡൽട്ട് സ്റ്റെം സെൽ എന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും ഓക്കെ അഡൽട്ടിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യുന്നതാണ്. അല്ല, കുഞ്ഞിൻ്റെ ഭ്രൂണാവസ്ഥയിൽ നിന്ന് നമ്മൾ ഐസൊലേറ്റ് ചെയ്തു, ഫീറ്റസിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തു. ഇനി ആ കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിൽ നിന്നോ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ അംബലിക്കൽ കോഡിൽ നിന്ന് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കുഞ്ഞ് എന്നുള്ള രീതിയിലാണ് ആ ഒരു അഡൽട്ട് എന്നുള്ളൊരു വാക്കോടെ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനെ നമ്മൾ സൊമാറ്റിക് സ്റ്റെം സെൽ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. അപ്പോൾ അവർ കുഞ്ഞുങ്ങളിൽ നിന്നോ അതിൻ്റെ അംബലിക്കൽ കോഡിൽ നിന്നൊക്കെ വരുന്നുണ്ടായിരിക്കും. അവർ അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള മൾട്ടിപൊട്ടൻ്റ് ഓർ ടോട്ടിപൊട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെം സെൽസ് ആണ്. ഈ മൾട്ടിപൊട്ടൻ്റ്, പ്ലൂറിപൊട്ടൻ്റ്, ടോട്ടിപൊട്ടൻ്റ് ഒന്നും നിങ്ങൾ പേടിക്കണ്ട, വരുന്നുണ്ട് കേട്ടോ അതെല്ലാം. ഓക്കെ. യെസ്. ഇനി ഈ അഡൽട്ട് ആയിട്ടുള്ള സ്റ്റെം സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയിൽ എംബ്രയോണിക് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭൂരിഭാഗം ഇടങ്ങളിലും കാണാനായിട്ട് പറ്റും. അവർക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഡാമേജുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ സെൽ ഡിവിഷൻ വന്നിട്ട് അവർ ഡെഡായി പോവുകയാണെങ്കിലൊക്കെ ഉടനടി അവിടെ റീപ്ലേസ്മെൻറ്റ് നടക്കും, പുതിയതായിട്ട് റീജനറേഷൻ ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എംബ്രയോണിക് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എല്ലായിടത്തും ഈ അഡൽട്ട് സ്റ്റെം സെൽസ് കാണാം. ഓക്കെ. അത് വളർന്ന് ആ കുഞ്ഞ് പുറത്തു വരുന്നത് വരെയോളം ഏകദേശം. ഓക്കെ. ഇനി ഇവരുടെ മെയിൻ ആയിട്ടുള്ള 2 ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സെൽഫ് റിന്യൂ ചെയ്യാൻ പറ്റും. അവർക്ക് ആ ഒരു സ്റ്റെം സെല്ലിൻ്റെ എബിലിറ്റി നഷ്ടപ്പെട്ട് പോവാതെ തന്നെ സെൽഫ് റിന്യൂ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അവിടെ വിത്തൗട്ട് കോംപ്രമൈസിങ് വിത്ത് ദ സ്റ്റെംനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെം സെൽ ആകുന്നതിനുള്ള ഒരു എബിലിറ്റി അത് നഷ്ടപ്പെട്ടു പോകാതെ അവർക്ക് സെൽഫ് റിന്യൂ ചെയ്യാൻ പറ്റും. ഇനി അത് മാത്രമല്ല അവർക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മോർഫോളജിക്കലി അതുപോലെ തന്നെ ഫങ്ഷണലി ഡിസിമിലർ ആയിട്ടുള്ള ടിഷ്യൂസും അല്ലെങ്കിൽ അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള സെൽസ് ആയിട്ടൊക്കെ മാറാൻ പറ്റും. മോർഫോളജിക്കലിയും ഡിഫറെൻ്റ് ആയിരിക്കും, ഫങ്ഷണലിയും ഡിഫറെൻ്റ് ആയിരിക്കും. അത്തരത്തിലുള്ള സെൽസ് ഏതെങ്കിലുമൊക്കെ ടിഷ്യൂസിലെ സെൽസ് ആയിട്ട് മാറാനായിട്ട് പറ്റും. ഇനി അഡൽട്ട് സ്റ്റെം സെല്ലിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഉള്ളിലുള്ള എന്തെങ്കിലും ടിഷ്യൂസിനൊക്കെ പ്രിസർവ് ചെയ്യുക, അതുപോലെ റിപ്പയർ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ജോലികളാണ്. ഈ സെൽസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരൊരു ഹോമിയോസ്റ്റാസിസ് അവരുടെ ജീവിതകാലം മൊത്തം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. അതൊരു ബാലൻസ് ആണ്, എല്ലാത്തിനും ഒരു ബാലൻസ്. അപ്പോൾ ഹോമിയോസ്റ്റാസിസ് നിലനിർത്താൻ ഇവർക്കൊരു എബിലിറ്റി ഉണ്ട്. ആൻഡ് യൂഷ്വലി ഈ അഡൽട്ട് സ്റ്റെം സെൽസ് ഏറ്റവും കൂടുതൽ കാണുന്നത് ബോൺ മാരോക്കകത്താണ്. നമ്മൾക്ക് അറിയാവുന്നത് അങ്ങനെയല്ലേ, ബോൺ മാരോക്കകത്താണ് സ്റ്റെം സെൽസ് ഉള്ളത്, നല്ല രീതിയിലാണ് നമ്മൾ പഠിച്ചേക്കുന്നത് അല്ലേ. യെസ്. ഈ അഡൽട്ട് സ്റ്റെം സെൽസ് എന്ന് പറയുന്നത് 2 രീതിയിലുള്ളതാകാം. ഹെമാറ്റോപോയറ്റിക് ആയിട്ടുള്ള സ്റ്റെം സെൽസ് ആകാം, അല്ലെങ്കിൽ മീസോഡെർമൽ ആയിട്ടുള്ള സ്റ്റെം സെൽസ് ആകാം. അപ്പോൾ നമ്മൾ അതിൽ ഹെമാറ്റോപോയറ്റിക് ആയിട്ടുള്ള സ്റ്റെം സെൽസ് ആണ് ആദ്യം പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഹെമാറ്റോൻ്റെ എച്ചും സ്റ്റെമ്മിൻ്റെ എസും സെല്ലിൻ്റെ സി, അങ്ങനെയാണ് HSC എന്ന് കൊടുത്തേക്കുന്നത് കേട്ടോ. ഹെമാറ്റോപോയിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയിൽ
ഉള്ള ബ്ലഡിനകത്ത് കുറേ സെൽസ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട് അല്ലേ. അത് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഹെമാറ്റോപോയ്സിസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. ബ്ലഡ് സെൽസിൻ്റെ ഫോർമേഷൻ, അതാണ് ഹെമാറ്റോപോയ്സിസ്. ഈ ഹെമാറ്റോപോയ്സിസ് യൂഷ്വലി ബോൺ മാരോക്കകത്താണ് നടക്കുന്നത്. ആൻഡ് ബോൺ മാരോയിൽ എന്ന് പറഞ്ഞാൽ ഈ ഹെമാറ്റോപോയറ്റിക് ആയിട്ടുള്ള സെൽസ് മാത്രമല്ല, അത് ചെയ്യാത്ത നോൺ ഹെമാറ്റോപോയറ്റിക് ആയിട്ടുള്ള, പക്ഷേ ഹെമാറ്റോപോയ്സിസ് നടത്താത്ത ബ്ലഡിൻ്റെ അല്ലാത്ത മറ്റ് സെൽസും കൂടെയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഹെമാറ്റോപോയറ്റിക് ആയിട്ടുള്ള സ്റ്റെം സെൽസിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബ്ലഡ് സെൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ RBCs, മോണോസൈറ്റ്, ന്യൂട്രോഫിൽ, അസിഡോഫിൽ, ബേസോഫിൽ, ലിംഫോസൈറ്റ്സ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ്, ഇങ്ങനെയൊക്കെയാണ്. ദാറ്റ് മീൻസ് കുറച്ച് ഈ പറഞ്ഞ നമ്മളുടെ WBCസും അതുപോലെ RBCസും പ്ലേറ്റ്ലെറ്റ്സും ഒക്കെ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് ഹെമാറ്റോപോയറ്റിക് ആയിട്ടുള്ള സ്റ്റെം സെൽസിന് പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബ്ലഡ് സെൽസിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുക. ഇനി നോൺ ഹെമാറ്റോപോയറ്റിക് ആയിട്ടുള്ള സ്റ്റെം സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സാധാരണ നമ്മുടെ മീസോഡോമൽ ആയിട്ടുള്ള സെൽസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളവരാണ്. അവർക്ക് ഹെമാറ്റോപോയ്സിസ് ഒന്നും നടത്താനുള്ളൊരു എബിലിറ്റി തൽക്കാലം ഇല്ല. ഓക്കെ, ഇനി രണ്ടാമത്തതാണ് മീസെൻകൈമൽ സ്റ്റെം സെൽസ് അല്ലെങ്കിൽ മീസോഡോമൽ സ്റ്റെം സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ മീസോഡോമൽ അല്ലെങ്കിൽ മീസെൻകൈമലിൻ്റെ M, സ്റ്റെമ്മിൻ്റെ S, സെല്ലിൻ്റെ C, അങ്ങനെയാണ് MSC എന്ന് എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. അവർക്കും സെൽഫ് റിന്യൂ ചെയ്യാനും മൾട്ടിപ്പിൾ ആയിട്ടുള്ള ലീനിയേജുകൾ എക്സിബിറ്റ് ചെയ്യാനും ഡിഫറൻസിയേഷൻ നടത്താനും മൾട്ടിപ്ലൈ ചെയ്ത് പ്രോലിഫറേറ്റ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു എബിലിറ്റി ഉണ്ട്. ആൻഡ് നമ്മുടെ ഭാഗത്ത് നിന്ന്, നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് സ്ഥലത്തു നിന്നൊക്കെ നമ്മൾക്ക് ഈ സെൽസിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സ്പെഷ്യലി ബോൺ മാരോ, അഡിപ്പോസ് ടിഷ്യൂ, അംബലിക്കൽ കോഡ് പോലെയുള്ള ഭാഗങ്ങളിൽ നിന്നിട്ടൊക്കെ നമ്മൾക്ക് ഇവരെ ഐസൊലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ MSCയുടെ മെസെൻകൈമൽ സ്റ്റെം സെൽസിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജനറ്റിക് ആയിട്ടുള്ള സ്റ്റെബിലിറ്റിയാണ്. അതുമാത്രമല്ല അലോ റിജക്ഷൻസ് ഒക്കെ അവർക്ക് ഈ പറഞ്ഞ പോലെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല ഇപ്പോൾ ടിഷ്യൂ എഞ്ചിനീയറിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും പരിപാടികളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മളുടെ ടിഷ്യൂസിനകത്തൊക്കെ എന്തെങ്കിലും ഡാമേജുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ റിപ്പയർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഈ മീസോഡെർമൽ സ്റ്റെം സെൽസിനുള്ളതുകൊണ്ട് അവർക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് വേണം പറയാനായിട്ട്. ഓക്കെ, യെസ്. ആൻഡ് അത് മാത്രമല്ല, നമ്മളുടെ ശരീരത്തിൽ എപ്പോഴെങ്കിലും മുറിവുകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ മുറിവ് ഉണങ്ങുന്നതും നമ്മൾ വളരുന്നതും അതുപോലെ നമ്മുടെ സെൽസൊക്കെ പഴയതായി കഴിയുമ്പോൾ അത് ഡെഡ് ആകും. അത് ഡെഡ് ആയിട്ടുള്ള സെൽസിനെ റിമൂവ് ചെയ്ത് അതിനെ റീപ്ലേസ് ചെയ്ത് നല്ല സെൽസ് വരണം അല്ലേ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ അവിടെ ഇവിടെയൊക്കെ തൊടുമ്പോഴും അല്ലാതെ മുറിയുമ്പോഴും അങ്ങനെയൊക്കെ പല ജീവിത സാഹചര്യങ്ങളിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ ലൈഫിൽ, നമ്മുടെ ബോഡിയിൽ, നമ്മുടെ സെൽസിന് ഒരുപാട് കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് നഖം കൊണ്ട് നമ്മുടെ ബോഡിയിൽ എവിടെയെങ്കിലും ഒരു ചെറിയൊരു ലൈക്ക് ഒന്ന് സ്ക്രാച്ച് കൊടുത്തു, അപ്പോൾ നമ്മൾക്കത് ഒരു പെയിൻ ഉണ്ടാക്കുകയോ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ സെൽസിനെ സംബന്ധിച്ചിടത്തോളം അവരിൽ അത് വലിയൊരു ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഡാമേജുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ സ്റ്റെം സെൽസ് MSCs യൂസ് ചെയ്യാൻ പറ്റും. മുറി ഉണക്കാനും സെൽസിനെ റീപ്ലേസ് ചെയ്യാനും ഡെഡ് ആയതിനെ മാറ്റാനും. പിന്നെ ഇതുപോലെ കേടുപാടുകളൊക്കെ ചെറിയ കേടുപാടുകളാണെങ്കിലും അത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല സെല്ലിന്. അപ്പോൾ ആ കേടുപാടുകൾ വന്നിട്ടുള്ള സ്റ്റെം സെൽസിനെയൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ റീപ്ലേസ് ചെയ്ത് പുതിയ സെല്ലുകളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ MSCs ആണ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് മാത്രമല്ല നമ്മളുടെ സ്കെലറ്റൽ ടിഷ്യൂസ് ലൈക്ക് ബോണ്, കാർട്ടിലേജ്, അതുപോലെ തന്നെ നമ്മളുടെ ബോൺ മാരോയിൽ കാണുന്ന ഫാറ്റ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ബോഡിയിൽ ഡെവലപ്പ് ചെയ്യുന്നതും ഈ MSCകൾ ത്രൂ ആയിട്ടാണെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് ഫങ്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഓർഗൻ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ടിഷ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമ്മളിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആര് ഹെൽപ്ഫുൾ ആണ്? ഈ പറഞ്ഞ MSCs ഹെൽപ്ഫുൾ ആണ് എന്ന് വേണം പറയാൻ. പിടികിട്ടിയോ? അപ്പം ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് സോഴ്സിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. സോഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ എംബ്രയോണിക്, ഫീറ്റൽ, അഡൽട്ടിൽ തന്നെ ഹെമാറ്റോപോയറ്റിക്കും അതുപോലെ മീസെൻകൈമൽ അല്ലെങ്കിൽ മീസോഡെർമൽ. അപ്പോൾ നമ്മൾ അങ്ങനെ ഡിവൈഡ് ചെയ്ത് പഠിച്ചു തീർത്തു. അപ്പോൾ സോഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ വേണ്ടി പോകുന്നത് അവർക്ക് എത്രത്തോളം സെൽഫ് റെപ്ലിക്കേറ്റ് ചെയ്യാനും ഡിഫറൻഷിയേറ്റ് ചെയ്യാനും ഉള്ള എബിലിറ്റി ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ അവരെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നു. ടോട്ടിപൊട്ടൻറ്റ്, പ്ലൂറിപൊട്ടൻറ്റ്, മൾട്ടിപൊട്ടൻറ്റ്, യൂണിപൊട്ടൻറ്റ്. ഞാൻ ഇതാണ് പറഞ്ഞത്. നേരത്തെ പലയിടത്തും നിങ്ങൾ ഈ വാക്കുകളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ടെൻഷൻ അടിക്കേണ്ട, നമ്മൾ പഠിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഓരോന്നും നോക്കാതെ ടോട്ടിപൊട്ടൻ്റ് ആണ് ഏറ്റവും ആദ്യം. ടോട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾ, മൊത്തമായിട്ട് എന്നുള്ളൊരു മീനിങ്. പൊട്ടൻറ്റ് നമുക്കറിയാമല്ലോ, പൊട്ടൻസി, എബിലിറ്റി എന്നൊക്കെ ഉള്ളത്. അപ്പം നമ്മൾക്കുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും അടിപൊളിയായിട്ടുള്ള സ്റ്റെം സെൽസ് ആയിട്ട് വേണമെങ്കിൽ നമ്മൾക്ക് ഈ ടോട്ടിപൊട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെം സെൽസിനെ പറയാനായിട്ട് പറ്റും. കാരണം ഇവരുടെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ലൈക്ക് എംബ്രയോയിലും അതുപോലെ എംബ്രയോയിൽ കാണുന്ന മെംബ്രെയിൻസും എക്സ്ട്രാ എംബ്രയോണിക് മെംബ്രെയിൻസും അതുകൂടാതെ പോസ്റ്റ് എംബ്രയോണിക് ആയിട്ടുള്ള മെംബ്രെയിൻസ്, ടിഷ്യൂസ്, ഓർഗൻസ് എല്ലാ സാധനങ്ങളുമായിട്ടും ഇവർക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും.
എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ അങ്ങ് എംബ്രയോ മുതൽ എംബ്രയോയ്ക്ക് ശേഷം ഈ ഒരു കാലഘട്ടം വരെ നമ്മുടെ ജീവനുള്ള ഒരു ജീവിയിൽ ആവശ്യമായിട്ടുള്ള ഓർഗൻസും ടിഷ്യൂസും ഒക്കെ ആയിട്ട് മാറാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റെം സെൽ എന്ന് പറയുന്നത് ടോട്ടിപ്പൊട്ടൻറ്റ് സ്റ്റെം സെല്ലാണ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. സൈഗോട്ട് എന്ന് പറഞ്ഞാൽ അതിന് മൊത്തം ഒരു ഓർഗാനിസമായിട്ട് മാറാനുള്ള എബിലിറ്റി ഇല്ലേ. സൈഗോട്ട് ഒരു സെല്ലായിരുന്നു. ആ സെല്ലാണ് പിന്നീട് ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിട്ട് ഒരു കംപ്ലീറ്റ് ജീവജാലമായിട്ട് മാറുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും സ്റ്റെം സെൽ സൈഗോട്ട് ടോട്ടിപ്പൊട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെം സെല്ലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതിനകത്ത് മാത്രമല്ല നമ്മളുടെ എംബ്രയോണിക് ആയിട്ടുള്ള സ്റ്റേജിൻ്റെ സമയത്ത്, പ്രത്യേകിച്ച് ഏർലി എംബ്രയോണിക് സ്റ്റേജിൻ്റെ സമയത്ത് എല്ലാ സെൽസും ടോട്ടിപ്പൊട്ടൻ്റ് ആണ്. 8ാമത്തെ സെൽ സ്റ്റേജ് വരെ എത്തുന്നത് വരെ 8ാമത്തെ സെൽ 8 സെല്ലുള്ള ഒരു സ്റ്റേജ്, ദാറ്റ് ഈസ് മോറുല സ്റ്റാർട്ട് ചെയ്യുന്നത് 8 സെൽ സ്റ്റേജ് മുതലാണ്. ഈ മോറുല ആകുന്നത് വരെ എല്ലാ സെൽസും നമ്മുടെ ശരീരത്തിലുള്ളത്, ശരീരം ഒന്നും പറയാൻ പറ്റില്ല, ആ ഒരു എംബ്രയോക്കകത്തുള്ളത് എല്ലാവരും ടോട്ടിപ്പൊട്ടൻ്റ് ആണ്. ആൻഡ് ഈ മോറുലയ്ക്ക് ശേഷമാണ് അവർ പിന്നെ സ്പെഷ്യലൈസ് ചെയ്ത് ബ്ലാസ്റ്റോസിസ്റ്റൊക്കെ മാറാനായിട്ട് അങ്ങനെയുള്ളൊരു രൂപമാറ്റത്തിലേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. പിടികിട്ടിയോ? ആൻഡ് ഈ ബ്ലാസ്റ്റോസിസ്റ്റൊക്കെ ഉണ്ടായി ഒരു 4 ദിവസങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കും ബ്ലാസ്റ്റോസിസ്റ്റിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്നർ സെൽ മാസ് ഉണ്ട്. ആ ഇന്നർ സെൽ മാസ് പ്ലൂറിപൊട്ടൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, പ്ലൂറിപൊട്ടൻ്റ് നമ്മൾ പഠിക്കും. അപ്പം അങ്ങനെയാണ് കഥകൾ. അപ്പോൾ അത്രയേ ഉള്ളൂ ടോട്ടിപ്പൊട്ടൻറ്റിനെ പറ്റി പഠിക്കാൻ. എല്ലാവരും ഒക്കെ ആയിട്ട് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനൊരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞു എന്നുള്ളത് മാത്രം. എംബ്രിയോണിക് സ്റ്റേജിൽ നമുക്കുള്ള എല്ലാ സെൽസും ഇതുപോലെയാണ്. അത് 8 സെൽ സ്റ്റേജ് വരെയുള്ള ഒരു എംബ്രിയോയിൽ കാണാനായിട്ട് പറ്റുന്നു എന്നുള്ളത്. ഇനിയാണ് പ്ലൂറിപൊട്ടൻറ്റിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. പ്ലൂറിപൊട്ടൻ്റ് എന്ന് പറഞ്ഞതിനകത്ത് പ്ലൂറി എന്ന് വെച്ചാൽ സെവറൽ, ഒരുപാട് നല്ലൊരു മീനിങ്. പൊട്ടൻ്റ് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് നമ്മളുടെ എക്സ്ട്രാ എംബ്രിയോണിക് ആയിട്ടുള്ള ടിഷ്യൂസ് ലൈക്ക് പ്ലസൻറ്റ, യോക്ക് സാക്ക് പോലെയുള്ള ഭാഗങ്ങളില്ലേ, അതൊഴിച്ച് ബാക്കി ഒരു എംബ്രിയോൻ്റെ മിക്ക സെൽ ടൈപ്പായിട്ട് അവർക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. എക്സ്ട്രാ എംബ്രിയോണിക് ടിഷ്യൂസ് ആയിട്ടുള്ള പ്ലസൻറ്റ, യോക്ക് സാക്ക് പോലെയുള്ള ഭാഗങ്ങൾ ഒഴിച്ച് ബാക്കി എംബ്രിയോൻ്റെ സകല സെൽ ടൈപ്സ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നവരാണ് ഈ പ്ലൂറിപൊട്ടൻ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇവർക്ക് ജേം ലെയേഴ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ എക്സ്ട്രാ എംബ്രിയോണിക് ടിഷ്യൂസ് ഒന്നും ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. പ്ലസൻറ്റ പോലെയുള്ളതൊന്നും ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആൻഡ് അത് മാത്രമല്ല, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ടോട്ടിപ്പൊട്ടൻ്റ് ഒരു ഓർഗാനിസത്തിന് തന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നു. കാരണം പല പല ഓർഗൻസ് അവർക്ക് ഡെവലപ്പ് ചെയ്യാം. പല പല ഓർഗൻസ് ഡെവലപ്പ് ചെയ്തിട്ടാണ് ഓർഗൻ സിസ്റ്റം ഉണ്ടാകുന്നത്. ഓർഗൻ സിസ്റ്റം ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു ഓർഗാനിസ് ആയില്ലേ. അങ്ങനെ പറയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ടോട്ടിപ്പൊട്ടൻ്റ് ഓർഗാനിസത്തിനെ തന്നെ ഡെവലപ്പ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടെന്ന് പറയാം. പക്ഷേ അത്രയുള്ളൊരു എബിലിറ്റി ഒന്നും ടോട്ടിപ്പൊട്ടൻ്റ് സെല്ലിന് ഇല്ല എന്ന് വേണം പറയാനായിട്ട്. പിടികിട്ടിയോ? ആൻഡ് നമ്മുടെ ബ്ലാസ്റ്റോസിസ്റ്റിന് ഇവിടെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ. ലൈക്ക് കുറേ നേരമായിട്ട് നമ്മൾ ബ്ലാസ്റ്റോസിസ്റ്റിനെ തന്നെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബ്ലാസ്റ്റോസിസ്റ്റിനകത്ത് ഇന്നർ സെൽ മാസ് ഉണ്ട്. അവരാണ് പിന്നീട് അഡൾട്ടായിട്ടുള്ളൊരു ഓർഗാനിസമായിട്ട് മാറുമ്പോൾ അതിനകത്തുള്ള അല്ലെങ്കിൽ അതിൽ അസോസിയേറ്റഡ് ആയിട്ടുള്ള ടിഷ്യൂസിനൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് വേണം പറയാനായിട്ട്. ഓക്കെ, ഇന്നർ സെൽ മാസാണ് അഡൾട്ട് ഒരു ജീവി ആകുമ്പോഴത്തേക്കും അതിനകത്തുള്ള ടിഷ്യൂസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുക. ആൻഡ് ഈ ബ്ലാസ്റ്റോസിസ്റ്റിന് പുറമേ ഉള്ളൊരു ലെയറാണ് ട്രോഫോഡേം അല്ലെങ്കിൽ ട്രോഫോ എക്ടോഡേം എന്നൊക്കെ പറയുന്നത്. ആ ഒരു ലെയറാണ് പ്ലസൻ്റ് ആയിട്ട് മാറുക. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്നർ സെൽ മാസിനകത്ത് നമ്മൾക്ക് ഈ പ്ലൂറിപൊട്ടൻ്റ് കാണാം. അവർക്ക് അഡൾട്ട് ബോഡി അല്ലെങ്കിൽ ഓർഗാനിസം അതിലെ ചില ടിഷ്യൂസ് ആവാനേ പറ്റുള്ളൂ. പ്ലസൻ്റ അല്ലെങ്കിൽ യോക്ക് സാക്ക് പോലെയുള്ള എക്സ്ട്രാ എംബ്രിയോണിക് സപ്പോർട്ട് ടിഷ്യൂസ് ആവാൻ പറ്റില്ല. പകരം അത് ആരാവുന്നത് നമ്മളുടെ ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ ഔട്ടർ ലെയറിലുള്ള ട്രോഫോഡേം ആണ് അല്ലെങ്കിൽ ട്രോഫോ എക്ടോഡേം ആണ്. പിടികിട്ടിയാ? ഈ പ്ലൂറിപൊട്ടൻ്റ് സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അവർ സ്പെഷ്യലൈസ് ചെയ്ത് ഈ ഒരു എംബ്രയോ ഗ്യാസ്ട്രുല എന്ന് പറഞ്ഞ സ്റ്റേജിൽ എത്തുന്നത് വരെ അവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് വേണം പറയാനായിട്ട്. ഓക്കെ, അതിന് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംബ്രയോണിക് ആയിട്ടുള്ള സ്റ്റെം സെൽസും പിന്നെ അതുപോലെ തന്നെ എക്ടോഡാം, മീസോഡാം, എൻഡോഡാം പോലെയുള്ള ജേം ലെയറിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ള സ്റ്റെം സെൽസും യൂഷ്വലി നമ്മുടെ എംബ്രയോണിക് സ്റ്റെം സെൽ ഡിഫറൻസിയേഷൻ ഏറ്റവും ആദ്യത്തെ കാലഘട്ടത്തിലൊക്കെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അത് പ്ലൂറിപൊട്ടൻ്റ് ആയിട്ടുള്ളത് കൊണ്ടിട്ടാണ്. പിടികിട്ടിയോ? അപ്പോൾ അത്രയേ ഉള്ളൂ പ്ലൂറിപൊട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെം സെൽസിനെ പറ്റി പഠിക്കാൻ. ഈ നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് മൾട്ടിപൊട്ടൻ്റ് സ്റ്റെം സെൽസ്. മൾട്ടി എന്ന് വെച്ചാൽ കുറേ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സെല്ലുകളൊക്കെ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റും. ഓക്കെ, അപ്പം ഒരു സെല്ലിനോട് റിസംബ്ലൻസ് അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരുപാട് സെല്ലുകൾ ഉണ്ടായിരിക്കും. അവരൊക്കെ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എബിലിറ്റി ഉള്ള ഒരുപാട് ടൈപ്പ് ഓഫ് സെൽസ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എബിലിറ്റി ഉള്ളതാണ് ഈ മൾട്ടിപൊട്ടൻ്റ് എന്ന് പറയാം. ഇവർ പ്ലാസ്റ്റിക് ആണ്. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിസിറ്റി കാണിക്കുന്നവരാണ്. നേരത്തെ പറഞ്ഞില്ലായിരുന്നോ പ്ലാസ്റ്റിസിറ്റി എന്താണെന്നുള്ളത്? ആൻഡ് ഇനിയും പറയൂ കേട്ടോ. ആൻഡ് ഈ പറഞ്ഞ പോലെ ഈ മൾട്ടിപൊട്ടൻ്റ് സ്റ്റെം സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സെല്ലിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു സെൽ ലീനിയേജിൽ പെടുന്ന പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽസ് ആയിട്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും?
ഇവർക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് വേണം പറയാൻ. അപ്പോൾ അതിന് എക്സാമ്പിളാണ് മൾട്ടി പൊട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹെമാറ്റോപോയറ്റിക് ആയിട്ടുള്ള സ്റ്റെം സെല്ലാണ് നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡ് സെൽസ് ലൈക്ക് റെഡ് ബ്ലഡ്, വൈറ്റ് ബ്ലഡ്, പ്ലേറ്റ്ലെറ്റ്സ് അതുപോലത്തെയുള്ള സെൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് വേണം പറയാനായിട്ട്. അപ്പം ഹെമാറ്റോപോയറ്റിക് ആയിട്ടുള്ളൊരു സ്റ്റെം സെൽസ് ഉണ്ടായിരിക്കും, അത് മൾട്ടി പൊട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഹെമാറ്റോപോയറ്റിക് സ്റ്റെം സെൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ അവർ മൾട്ടി പൊട്ടൻ്റ് ആണെങ്കിൽ അവർക്ക് ഈ ബ്ലഡിനകത്തുള്ള ബാക്കി ടൈപ്പ് സെൽസിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറൻഷിയേറ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിടികിട്ടിയോ? ഇനി ന്യൂറൽ സ്റ്റെം സെൽസ് ഉണ്ട്, അവരും ഇതുപോലെ മൾട്ടിപ്പൊട്ടൻ്റ് ആണ്. അപ്പോൾ അവർക്ക് ന്യൂറോൺസ്, ഒളിഗോഡെൻഡ്രോസൈറ്റ്സ്, ആസ്ട്രോസൈറ്റ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. and അത് മാത്രമല്ല ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ലീനിയേജിൽ മാത്രം നിലനിൽക്കുന്ന തരത്തിൽ അവരുടെ എബിലിറ്റീസ് ചുരുങ്ങും. അതും കൂടെ ഓർക്കണം കേട്ടോ. അവർ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ലീനിയേജിൽ മാത്രം ഒതുങ്ങുന്ന തരത്തിൽ അവരുടെ എബിലിറ്റീസ് എന്ത് ചെയ്ത് പോകും, ചുരുങ്ങി പോകും എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. ഓക്കെ, യെസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾക്ക് മൾട്ടി പൊട്ടൻറ്റിനെ പറ്റിയിട്ട് പഠിക്കാനുള്ളത്. ലാസ്റ്റ് വൺ ദാറ്റ് ഈസ് യൂണിപൊട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെം സെൽസ്. ആൻഡ് യൂണിപൊട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെം സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള സെല്ലാണ് എന്ന് വേണം പറയാനായിട്ട്. ആൻഡ് ഇത് യൂഷ്വലി നമ്മൾക്കുണ്ടല്ലോ കാണാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡിവൈഡ് ചെയ്യുന്ന റിപ്പീറ്റഡ് ഡിവിഷൻ പോസിബിൾ ആകുന്ന ഒരു പ്രോപ്പർട്ടി ഇവർക്കുണ്ട് എന്ന് വേണം പറയാനായിട്ട്. ഓക്കെ, ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ളൊരു ടിഷ്യൂവിൽ അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ളൊരു സെല്ലായിട്ട് നമ്മൾക്ക് യൂണിപോട്ടൻ്റ് സ്റ്റെം സെൽസിനെ കാണാം. അത് മാത്രമല്ല അവർ ഭയങ്കരമായിട്ട് ഡിവൈഡ് ചെയ്യും. ആൻഡ് അത് മാത്രമല്ല ഇവർക്ക് ഒരു ടൈപ്പ് സെല്ലിനെ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് യൂണി എന്ന് വെച്ചാൽ ഒന്നല്ലേ, ഒരു ടൈപ്പ് മാത്രമേ അവർക്ക് സെല്ലിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെയുള്ളൊരു എബിലിറ്റിയെ മാത്രമേ അവർക്കുള്ളൂ. അപ്പോൾ കുറച്ചൊന്ന് ടോട്ടിപോട്ടൻ്റെ അത്രയൊന്നും ഇലാബറേറ്റ് അല്ലെന്ന് വേണം പറയാനായിട്ട്. ഇനി ഇവരുടെ പ്രോപ്പർട്ടിയിലേക്ക് വരികയാണെങ്കിൽ സെൽഫ് റിന്യൂ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഇവരെ സ്റ്റെം സെൽ വിളിക്കുന്നത്. ഒരു സെല്ലായിട്ടേ മാറുള്ളൂ, പക്ഷേ അവർക്ക് സെൽഫ് റിന്യൂ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ അതിനെ സ്റ്റെം സെൽ എന്ന് വിളിക്കുന്നു. സെൽഫ് റിന്യൂ ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് സ്പെഷ്യൽ ആയിട്ടുള്ള ടിഷ്യൂസ് ഒക്കെ ആയിട്ട് മാറാം. ലൈക്ക് എപ്പിഡെർമൽ സ്റ്റെം സെൽസ് ആയിട്ട് മാറാം, അല്ലെങ്കിൽ മസിൽ സ്റ്റെം സെൽസ് ആയിട്ട് മാറാം, അല്ലെങ്കിൽ എൻഡോതീലിയൽ ആയിട്ടുള്ള സ്റ്റെം സെൽസ് ആയിട്ട് മാറാം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമായിട്ടേ മാറുള്ളൂ കേട്ടോ. ഓക്കെ, യെസ്. ഇനി ഈ റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഡിവിഷൻസ് യൂണിപൊട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെം സെൽസ് നടന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അത് പിന്നീട് ഒരുപാട് മെഡിസിനുകളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഡിവിഷൻസ് യൂണിപൊട്ടൻ്റ് സ്റ്റെം സെൽസിൽ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മൾക്ക് അതിൻ്റെ ഒരു തെറാപ്യൂട്ടിക് ആയിട്ടുള്ള അല്ലെങ്കിൽ റീജനറേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലുള്ള ഒരു യൂസ് ഒക്കെ മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് വേണം പറയാം. പിടികിട്ടിയാ? യെസ്. അപ്പോൾ അങ്ങനെ ഇനി കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് ഇവരെ പറ്റിയിട്ടൊന്ന് പറയാനുണ്ട്. ഇപ്പോൾ ഇത്രയുള്ള 4 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽസ് കേട്ടോ. ടോട്ടിപൊട്ടൻ്റ്, പ്ലൂറി, മൾട്ടി ആൻഡ് യൂണിപൊട്ടൻ്റ് അത്രയല്ലേ. ഇനി ഇതിനകത്ത് ടോട്ടിപൊട്ടൻ്റ് ആയിട്ടുള്ള സെൽസും അതുപോലെ പ്ലൂറിപൊട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെം സെൽസും നമ്മളുടെ ഓർഗാനിസത്തിന് എംബ്രിയോണിക് ലൈഫിൽ കാണാൻ വേണ്ടി സാധിക്കുന്നവരാണ്. അപ്പോൾ എംബ്രിയോണിക് ആയിട്ടുള്ള സ്റ്റേജിലാണ് ഈ ടോട്ടി ആൻഡ് പ്ലൂറി ഉള്ളത്. മൾട്ടിപൊട്ടൻ്റ്, യൂണിപൊട്ടൻ്റ് വരുമ്പോഴത്തേക്കും അഡൾട്ട് ലൈഫിൽ കാണാൻ പറ്റുന്നവരാണ്. ഇനി അതുപോലെ തന്നെ ഈ മൾട്ടിപൊട്ടൻ്റ്, യൂണിപൊട്ടൻ്റ് സ്റ്റെം സെൽസിനെയും കൂടെ നമ്മൾ ഒരുമിച്ച് അഡൾട്ട് സ്റ്റെം സെൽസ് അല്ലെങ്കിൽ സൊമാറ്റിക് സ്റ്റെം സെൽസ് കൂടെ വിളിക്കാറുണ്ട്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അതുകൊണ്ട് ഞാൻ ഈ 3 പോയിന്റിനെ സ്പെഷ്യലായിട്ട് എഴുതി വെച്ചു എന്നുള്ളതാണ്. യെസ്. അപ്പോൾ അത് കഴിഞ്ഞു, ടൈപ്സ് കഴിഞ്ഞു. അതിനകത്ത് നമ്മൾ സോഴ്സസ് പഠിച്ചു. സോഴ്സ് എന്ന് പറഞ്ഞാൽ എവിടെ കാണുന്നു എന്നുള്ളതല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ എവിടെയാണ് കാണുന്ന ഓരോന്നെന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ. സോഴ്സ് പറഞ്ഞു. അതിനകത്തുള്ള ഓരോ സ്പെഷ്യൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സും പറഞ്ഞു. ഇനി ഇതിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് എന്താണെന്നുള്ളതാണ് ഞാനിവിടെ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെം സെൽസിനകത്ത് കാണുന്ന ഒരു പ്രത്യേക ക്യാരക്ടറാണ് പ്ലാസ്റ്റിസിറ്റി. അഡൾട്ട് സ്റ്റെം സെല്ലിനകത്ത് ഈ പറഞ്ഞ പ്ലാസ്റ്റിസിറ്റി കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിനെന്താ ഒരു എബിലിറ്റി ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിഷ്യൂ സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റെം സെൽസിന് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ടിഷ്യൂസിൻ്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ടിഷ്യൂവിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സെൽ ടൈപ്സിലോട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ ഒരു അഡൾട്ട് സ്റ്റെം സെല്ലായിരുന്നു, ഞാൻ ഏതോ ഒരു ടിഷ്യൂവിൽ പെട്ടിട്ടുള്ളതായിരുന്നു എന്ന് വിചാരിക്കാം. മറ്റൊരുപാട് ടിഷ്യൂസ് ഉണ്ട്, ആ ടിഷ്യൂസിലൊക്കെ സെല്ലുണ്ട്. എനിക്ക് അവരായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു എബിലിറ്റീനെയാണ് പ്ലാസ്റ്റിസിറ്റി. ചുമ്മാ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രൂപം മാറുക അല്ലേ, രൂപമാറ്റം നടത്താനായിട്ട് പറ്റും. ഇനി രണ്ടാമതൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൽ ടൈപ്പിൻ്റെ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഫേറ്റിന് അഗെയിൻസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് മോളിക്കുലർ റീഅറേഞ്ച്മെൻറ്റ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഒരു സെല്ല്, സ്റ്റെം സെല്ല്, അതിന് ഡിഫറൻസിയേഷൻ നടത്തണം. പക്ഷെ അതിൻ്റെ ഫേറ്റ് എന്താണ്, അതിനൊരു ഡെസ്റ്റിനി ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഒരു പ്ലൂറിപൊട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെം സെല്ലാണെങ്കിൽ അതിന് ഇന്നതായിട്ട് മാറുന്ന ഒരു ഡെസ്റ്റിനി അല്ലെങ്കിൽ ഒരു ഫേറ്റ് ഉണ്ട്. അതിന് പകരം അത് വ്യത്യസ്തമായിട്ടുള്ള ഒരിടത്തേക്ക് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു ഫേറ്റ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ നടത്താൻ ഒരുപാട് മോളിക്കുലർ റീഅറേഞ്ച്മെൻറ്റുകളുടെ ആവശ്യമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. പിടികിട്ടിയോ? അപ്പോൾ അതിനകത്ത് ആവശ്യമായിട്ട് നമ്മളുടെ ഈ പറഞ്ഞ പോലെ റെസ്പോണ്ട് ചെയ്യുന്ന സെൽസിൻ്റെ കോമ്പറ്റൻസി, മൈക്രോ എൻവയോൺമെൻറ്റൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ്, ഇതെല്ലാം അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് വേണം പറയാൻ. പിടികിട്ടിയോ? നമ്മുടെ ബോൺ മാരൊക്കെത്തുള്ള എല്ലാ സെൽസും ഇതുപോലെ കോമ്പറ്റൻ്റ് അല്ല.
ഓക്കെ, ഇത്ര കോമ്പിറ്റൻ്റ് അല്ല. എല്ലാ സെൽസും ഇതുപോലെ ന്യൂറോൺസും ഹെപ്പാറ്റോസൈറ്റ്സ് മീൻസ് ലിവർ സെൽസ് കേട്ടോ, ഹെപ്പാറ്റോസൈറ്റ്സ് ഒക്കെ മാറാനായിട്ടുള്ള ഒരു അത്രയും എബിലിറ്റി അവർക്കില്ല എന്ന് വേണം പറയാനായിട്ട്. കാരണം ബോൺ മാരോക്കുള്ളതിനകത്ത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഇത് എന്തുണ്ട്, ഒരു ഫേറ്റ് ഉണ്ട്. അപ്പം എല്ലാ ബോൺ മാരോ സെൽസും അത്രത്തോളം കോമ്പിറ്റൻ്റ് അല്ല ഇതുപോലെ മറ്റൊരു ഫേറ്റ് ചൂസ് ചെയ്തെടുക്കാനായിട്ട്. പക്ഷെ ചിലതുണ്ട്, ചില കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ബോൺ മാരോ സെൽസ് ഉണ്ട്. അവരിൽ ഈ പറഞ്ഞ പോലെ അവർക്ക് ഈ ഡിഫറൻസിയേഷൻ പ്രോഗ്രാം അവരുടെ ആ ഒരു ഫേറ്റ് എന്താണോ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് അവർക്ക് പോകാൻ താല്പര്യമില്ല. യൂഷ്വലി അവർ പോകത്തില്ല. പക്ഷേ എപ്പോഴെങ്കിലും ഒരു മൈക്രോ എൻവയോൺമെന്റിൽ എന്തെങ്കിലും ഒരു തടസ്സമോ ചേഞ്ചോ ഒക്കെ അവർക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അവരുടെ ഫേറ്റിനെ പറ്റി മാറ്റി ചിന്തിക്കാറുണ്ടെന്ന് വേണം പറയാൻ. പിടികിട്ടിയോ? ആൻഡ് യൂഷ്വലി അവരുടെ ഈ ഫേറ്റ് ചേഞ്ചിങ് പാത്വേസ്, സൊമാറ്റിക് സെൽസ് ഈ പറഞ്ഞ പോലെ ഫേറ്റ് ചേഞ്ചിങ് പാത്വേസ് സ്വിച്ച് ചെയ്യുന്നതിന് പല പല പ്രോസസ്സുകളുണ്ട്. ലൈക്ക് ട്രാൻസ് ഡിറ്റർമിനേഷൻ, ട്രാൻസ് ഡിഫറൻസിയേഷൻ, ഡി ഡിഫറൻസിയേഷൻ, ഹെട്രോജിനൈറ്റി, അതുപോലെ തന്നെ ജീൻ ലെവൽ, പ്ലിയോട്രോപ്പി, ഫ്യൂഷൻ, അങ്ങനെയൊക്കെയുള്ളത്. ഇതെന്താണെന്നൊന്നും അറിയില്ല. അതാണ് നമ്മൾ അടുത്ത പഠിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. സോ ഫസ്റ്റ് വൺ, ദാറ്റ് ഈസ് ട്രാൻസ് ഡിറ്റർമിനേഷൻ. ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റെം സെല്ലിന് ഒരു പ്രോഗ്രാം ഉണ്ട് എന്ന് വേണം പറയാൻ. ഓക്കെ, എന്ത് പ്രോഗ്രാമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റെം സെല്ല് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലീനിയേജ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആൻഡ് പകരം അത് സ്വിച്ച് ചെയ്ത് മറ്റൊരു സ്റ്റെം സെൽ ആവുകയും അതിൽ നിന്ന് മറ്റ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽ ടൈപ്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ റീഡയറക്റ്റ് ചെയ്തിരിക്കുകയാണ്. അതിനെയാണ് നമ്മൾ ട്രാൻസ് ഡിറ്റർമിനേഷൻ എന്ന് പറയാം. ഒരു സ്റ്റെം സെല്ലിന് ഒരു പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുക എന്ന് പറയാം. ദാറ്റ് മീൻസ് അതിനൊരു സ്പെസിഫിക് ലീനിയേജ് ആവാനേ പറ്റുള്ളൂ. പക്ഷെ അത് സ്വിച്ച് ചെയ്ത് വേറൊരു സ്റ്റെം സെല്ലായി അതിൽ നിന്ന് വേറെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ടാകുന്നു. അപ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ മാറ്റപ്പെട്ടു. അതിനെയാണ് ട്രാൻസ് ഡിറ്റർമിനേഷൻ എന്ന് വിളിക്കാം. രണ്ടാമത്തത് ട്രാൻസ് ഡിഫറൻസിയേഷൻ. ഇവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള സെല്ലുണ്ടായിരുന്നു, അതിന് മറ്റൊരു ഡിഫറൻഷിയേറ്റഡ് സെല്ലിൻ്റെ ഫീനോടൈപ്പ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഞാനൊരു ഡിഫറൻഷിയേറ്റഡ് സെല്ലായിരുന്നു, പക്ഷേ എനിക്ക് മറ്റൊരു ഡിഫറൻഷിയേറ്റഡ് സെല്ലിൻ്റെ ഫീനോടൈപ്പ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് ട്രാൻസ് ഡിഫറൻസിയേഷൻ എന്ന് വിളിക്കുക. ഈ ഡി ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ ലോവർ വെർട്ടിബ്രേറ്റ്സിലും ചില വളരെ റെയർ ആയിട്ട് മാമൽസിനകത്തൊക്കെ കാണുന്ന ഒരു ഫീച്ചറാണ് ഡി ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ. ഡി ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡൾട്ട് ആയിട്ടുള്ള സ്റ്റെം സെൽസ് റിവേർട്ട് ബാക്ക് ചെയ്ത് മാസ്റ്റർ സെൽസ് ആയിട്ട് മാറും. എവിടെ നിന്നാണോ ഇവർ ഒറിജിനേറ്റ് ചെയ്തത് ആ ഒരു മാസ്റ്റർ സെല്ലായിട്ട് ഇവർ തിരിച്ച് റിവേർട്ട് ചെയ്യുന്നു. അങ്ങനെ റിവേർട്ട് ചെയ്യാനുള്ള എബിലിറ്റിയാണ് ഡി ഡിഫറൻസിയേഷൻ. അവർ റിവേർട്ട് ചെയ്ത മാസ്റ്റർ സെൽസ് ആയതിനു ശേഷം മറ്റ് പല സെൽ ടൈപ്സ് ഒക്കെ ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഡി ഡിഫറൻസിയേഷൻ എന്ന് പറയാം. ഇനി നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് ഹെട്രോജനൈറ്റി. ഏറ്റവും ഹെട്രോജനൈറ്റിയുടെ ലൈക്ക് ഈ പറഞ്ഞ ഒരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡൽട്ട് സ്റ്റെം സെൽസിന് ഈ പറഞ്ഞ പോലെ പ്ലാസ്റ്റിസിറ്റി നേച്ചർ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, യൂഷ്വലി ഒരു അഡൽട്ട് സ്റ്റെം സെല്ലിന് ക്ലോണൽ ലെവലിലുള്ള പ്യൂരിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും അതിന് പ്ലാസ്റ്റിസിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, ആൻഡ് ഈ പറഞ്ഞ പ്യൂരിറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള സർഫസ് മാർക്കേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. ഇനി രണ്ട് സെൽസ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ഒരു സെയിം ജേം ലെയറിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് സെൽസ് ഉണ്ടായിരുന്നു. അവരുടെ പ്ലാസ്റ്റിസിറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇത്തരത്തിൽ ക്ലോണൽ ലെവൽ ഇംപ്യൂരിറ്റി യൂസ് ചെയ്തിട്ടാണ്. എത്രത്തോളം ഇംപ്യൂർ ആണ്, പ്യൂരിറ്റി എങ്ങനെ ചെക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലായല്ലോ. അപ്പോൾ എത്രത്തോളം പ്യൂർ ആണ് ഇംപ്യൂർ ആണെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഇംപ്യൂരിറ്റിക്ക് അനുസരിച്ച് നമ്മൾക്ക് അവരെ രണ്ട് സെൽസിനെയും തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഒരേ സെയിം ജേം ലെയറിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള സെല്ലുകൾക്കിടയിലുള്ള പ്ലാസ്റ്റിസിറ്റി അവരുടെ ക്ലോണൽ ലെവലുള്ള ഇംപ്യൂരിറ്റി വെച്ച് ചെക്ക് ചെയ്ത് മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ പ്ലിയോട്രോപ്പിക് അല്ലെങ്കിൽ പ്ലിയോട്രോപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കേണ്ടായിരിക്കാം. ദ ലാസ്റ്റ് വൺ, ഫ്യൂഷൻ. അതൊരു മറ്റൊരു മെക്കാനിസമാണ്. നമ്മുടെ അഡൾട്ട് സ്റ്റെം സെൽസിലുള്ള പ്ലാസ്റ്റിസിറ്റിയെ പറ്റി പഠിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു മറ്റൊരു മെക്കാനിസമാണ് എന്ന് വേണം പറയാൻ. പിടികിട്ടിയോ? യെസ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇന്നൊരു അല്പം വലിയൊരു ടോപ്പിക്കായിരുന്നു, പക്ഷെ നമ്മൾ സ്റ്റെം സെൽസ് ഓൾമോസ്റ്റ് കവർ ചെയ്തു. പക്ഷേ കഴിഞ്ഞിട്ടില്ല കേട്ടോ, സ്റ്റെം സെൽസ് ഇനി നമുക്ക് പഠിക്കാനുണ്ട്, കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. എല്ലാം കൂടെ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ലെങ്തി ആയി പോകുന്നത് കൊണ്ട് അത് വെച്ചില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റെം സെൽസ് എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് പഠിച്ചു. ഫസ്റ്റ് നമ്മൾ ഒരു 3 ടൈപ്പ് പഠിച്ചു, എംബ്രിയോണിക്, ഫീറ്റൽ, അതുപോലെ അഡൾട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവരുടെ ഒരു മെക്കാനിസം അനുസരിച്ച് ടോട്ടിപ്പൊട്ടൻറ്റ്, പ്ലൂറിപ്പൊട്ടൻറ്റ്, മൾട്ടിപ്പൊട്ടൻറ്റ്, ടോട്ടിപ്പൊട്ടൻറ്റ് പഠിച്ചു. അതിൻ്റെ എല്ലാത്തിൻ്റെയും അവസാനം നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ ഡീറ്റെയിൽ പഠിച്ചു. ഞാനിതെങ്ങനെ സ്പെസിഫിക് ആയിട്ട് വെക്കാനുള്ള കാരണം, ഇവിടെ നിങ്ങൾ കുറേ വാക്കുകൾ പഠിച്ചു അല്ലേ, ലൈക്ക് ഈ പറഞ്ഞ പോലെ ട്രാൻസ് ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫ്യൂഷൻ, അങ്ങനെ കുറേ വാക്കുകൾ നിങ്ങളിവിടെ പഠിക്കുന്നുണ്ട്.
ഈ വാക്കുകൾ എന്താണെന്നുള്ളൊരു അറിവാണ്. ഡെഫിനിഷൻ തന്നിട്ട് ഇതെന്താ സാധനം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റെം സെൽസ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഹെഡിങ്ങിൽ ഇതെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് ദിസ് വാസ് ഹെൽപ്ഫുൾ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ. ഹെൽപ്ഫുൾ ആയെന്നും അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡബിൾ ആയെന്നും തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. യൂഷ്വലി പറയുന്ന പോലെ എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ മെയിൽ ഐ ഡിയും സോഷ്യൽ മീഡിയ ഐഡിയസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടെ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ സൺഡേ നാളെയാണ്. നാളെ വീഡിയോ ഉണ്ടായിരിക്കും കേട്ടോ. നാളെ വീഡിയോ ഇല്ലാതിരിക്കില്ല, കാരണം 2 ദിവസത്തെ നമുക്ക് ഗ്യാപ്പ് വന്നതുകൊണ്ട് തന്നെ ഐ തിങ്ക് ദാറ്റ് സൺഡേ നമുക്ക് വീഡിയോ ചെയ്യാം. അപ്പോൾ സൺഡേ 6 മണിക്ക് എല്ലാവരും എത്തണം. ആൻഡ് 8 മണി എന്നുള്ള നമ്മുടെ ഷോർട്സിൻ്റെ ടൈം ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു, 9 മണിക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഷോർട്സും കൂടെ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ലാസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്ത ഷോർട്സ്, ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്ത ഷോർട്സ് ഒന്ന് കണ്ടു നോക്കുക. അതിലൊരെണ്ണം ഒരു ടഫ് ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും ആ ഒരു ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് അല്പം ടഫ്. ഞാൻ കമ്മ്യൂണിറ്റി ബോക്സിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഇത് ചെയ്ത വിധം അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം. അപ്പോൾ ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. ഓക്കെ, യെസ്. അപ്പം ഇന്ന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയാനുള്ളത്. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് ഇസ് ഇറ്റ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.